കോട്ടയത്തുള്ള അച്ഛൻ വന്നിട്ടുണ്ടാ? ആ, ഇന്ന് എന്നതാ അച്ചായ കൊണ്ടുവന്നിരിക്കുന്നേ? സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ഞാൻ എന്തോ കൊണ്ടുവരാനാടാ, ബാധ്യതയുള്ളതൊക്കെ ഉണ്ട്. അച്ചായൻ ഒന്നും കൊണ്ടുവരാതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. വാ അച്ചായ, ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. നോക്കട്ടെടാ, കുഴപ്പമൊന്നുമില്ല. അച്ചായ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ശരിയാക്കാവിടെ. ശരിയാക്കണം. എന്താടാ? അച്ചായൻ ഇരിക്കണം. ഇത് എന്നതാടാ? ഒന്നും പറയണ്ട അച്ചായ, നീ അങ്ങ് വല്ലാണ്ട് തടിച്ചല്ലോടാ. ഭയങ്കര എന്താടാ ഇതിനെ മാത്രം കഴിക്കുന്നത്? ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനുള്ളൂ. സമയത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഇവന്മാരെല്ലാം വന്ന് കഴിച്ചോളൂ. കപ്പയും തിന്ന് കള്ളും കുടിച്ച് എല്ലാം തന്നെ ചെയ്തു. ആ, പിന്നെ അച്ചായന്റെ വിശേഷങ്ങളെല്ലാം പറ, കേക്കട്ടെ. ഇന്നിവിടെ പോലീസുകാർ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിന്? ഞാൻ അവന്മാർക്കുള്ള പടിയൊക്കെ നേരത്തെ കൊടുത്തയച്ചാണല്ലോ. പണം എത്ര കൊടുത്താലും അവന്മാർക്ക് മതിയാവോ? പോരാത്തതിന് മുകളിൽ നിന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള അന്വേഷണം? ആന്റി എന്താ ഈ പറയുന്നേ? മനസ്സിലായില്ലേ? അന്വേഷണം എന്ന് പറഞ്ഞ് പോലീസുകാർ ഇവിടെ വന്നു തുടങ്ങി. വെറുതെ കാശ് പിരിച്ചെടുക്കാനല്ല, അവരുടെ ലക്ഷ്യം റോണിയാ. ഞാനോ? ആ, ഞാനിന്ന് ആ കോൺസ്റ്റബിൾ കുട്ടമ്പിളയെ വിളിച്ച് ചോദിച്ചായിരുന്നു. അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം റോണിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്നാ എന്നോട് പറഞ്ഞത്. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും തൽക്കാലം ഒന്ന് മാറി നിൽക്കണം. കേസിന്റെ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് ജാനറ്റിനെ കണ്ടുപിടിക്കാൻ കഴിയത്തുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ജാനറ്റിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാ പ്രധാനം. റോണി എങ്ങാനും പോലീസ് അറസ്റ്റ് ചെയ്ത പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോകും. ജാനറ്റിന് അത് രക്ഷപ്പെടാനുള്ളൊരു മാർഗമാവും. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ ഗ്ലോറി ആന്റി പറയുന്നേ? കുറച്ചു ദിവസത്തേക്കൊന്ന് മാറി നിൽക്കണം. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ എങ്ങനെ പറയുക? എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ മാറുക. ഇപ്പോഴത്തെ അന്വേഷണം ബഹളമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യാം. അതിപ്പോ ഞാൻ ഇവിടുന്ന് മാറി ആകെ പ്രശ്നമാകത്തേ ഉള്ളൂ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സംഘത്തിൽ ചെന്നെത്തുകയാണെങ്കിൽ ജാനറ്റിനെ കണ്ടുപിടിക്കാൻ അത് എളുപ്പമാവുകയും ചെയ്യും. ഈ സിറ്റി തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഹരിയല്ലേ? ഞാൻ റോണിയാടാ. മനസ്സിലായി. നീ എന്നെ വിളിച്ചിട്ട് ഒരുപാട് നാളായല്ലോ. ഓരോ തിരക്കുകളിൽ പെട്ടുപോയി. പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചതേ, എനിക്ക് കുറച്ചു ദിവസം നിന്റെ ആ വാടക വീട്ടിൽ താമസിക്കണം. ഇവിടെയോ? ഇവിടെ നിനക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ഉള്ള സൗകര്യമൊക്കെ മതിയടേ. തൽക്കാലം ഒരു ഷെൽട്ടർ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് മതിയെങ്കിൽ ധൈര്യമായിട്ട് പോര്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വേറെ കുറച്ചുപേർ അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവർക്ക് വല്ല ബുദ്ധിമുട്ടാവോ? അവർക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നീ ധൈര്യമായിട്ടെങ്കിൽ പോരെ. ഓക്കെടാ. ഓക്കെ.